السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2025 ഒക്ടോബർ മാസം 3-ാം തീയതി നടത്തിയ ജുമാ ഖുത്ബയുടെ അവസാന ഭാഗമാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. ആത്മീയ ആരോഹണത്തിൻ്റെ 3 ഘട്ടങ്ങൾ. മനുഷ്യന് ആത്മീയമായി ഉയരുന്ന 3-ാമത്തെ ഘട്ടത്തെക്കുറിച്ച് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു. ആ ഘട്ടം രാത്രിയിലെ പ്രാർത്ഥനയാണ്, അഥവാ തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കലാണ്. തഹജ്ജുദ് നമസ്കാരം ഒരു വിശ്വാസിയുടെ മഹത്വത്തെ ഉയർത്തുന്നു. ഹസ്രത്ത് ജിബ്രീൽ അലൈഹിസ്സലാം, വെളിപാടുകളുടെ മുഖ്യ മാലാഖ, ഒരിക്കൽ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിലയിൽ നിങ്ങൾ ജീവിക്കുക, എന്നാൽ ഒരിക്കൽ നിങ്ങൾ മരിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുക, നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിച്ചു കൊള്ളുക, എന്നാൽ അവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കൽ വേർപിരിയും. ഒരു വിശ്വാസിയുടെ ഔന്നത്യം രാത്രിയിലെ തഹജ്ജുദ് പ്രാർത്ഥനയിലാണ് എന്ന് നിങ്ങൾ അറിയുക. അവൻ്റെ അന്തസ്സ് നിലകൊള്ളുന്നത് ജനങ്ങളിൽ നിന്ന് സ്വതന്ത്രനാകുമ്പോഴാണ്. അൽ മുജ്അം അൽ ഔസത്ത് തബ്റാനി എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. രാത്രിയിലെ പ്രാർത്ഥന, അതായത് തഹജ്ജുദ് നമസ്കാരം, അത് നിർബന്ധമല്ലെങ്കിലും അതിന് അസാധാരണമായ മൂല്യമുണ്ട്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനം ഏറ്റവും ശ്രേഷ്ഠതരമാണ്. അത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസത്തിലെ വ്രതാനുഷ്ഠാനമാണ് ശ്രേഷ്ഠതരം, അതായത് മുഹറം മാസം. നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം തഹജ്ജുദ് നമസ്കാരമാകുന്നു. ഈ പ്രവാചക വചനത്തിലൂടെ റമദാൻ മാസം വ്രതാനുഷ്ഠാനത്തിന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന അനുഗ്രഹീതമായ മാസമാണ്. അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠതരമായിട്ടുള്ളത് മുഹറം മാസത്തിലെ വ്രതാനുഷ്ഠാനമാണ്. അത് അള്ളാഹുവിൻ്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതുപോലെ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം തഹജ്ജുദ് നമസ്കാരമാണ്. പ്രാർത്ഥന ഒരുവൻ്റെ പദവി ഉയർത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത് അവൻ്റെ ശരീരത്തെയും ആത്മാവിനെയും സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മുൻകടന്നുപോയ സ്വാത്വികരായ ആളുകളുടെ ചര്യയിൽപ്പെട്ടതായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രാത്രിയിലെ പ്രാർത്ഥനകൾ. ഇത് നിങ്ങളുടെ രക്ഷിതാവുമായി കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്നു, തെറ്റു ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നു,
ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നു. തിർമിദി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. അതിൽ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യം ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നു. തഹജ്ജുദ് നമസ്കാരത്തെക്കുറിച്ച് നാം ഓരോരുത്തരും ഗാഢമായി ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികളൊക്കെ ശാരീരികമായിട്ട് വളരെയധികം അസുഖങ്ങളാൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ചികിത്സാ വിധി എന്ന നിലയിൽ ശരീരത്തിന് ആരോഗ്യം കിട്ടുവാനുള്ള ഒരു മറുമരുന്നായി ഇതാ തഹജ്ജുദ് നമസ്കാരം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തിലെ അസുഖങ്ങൾ ഇല്ലാതാക്കുന്നു അത് തഹജ്ജുദ് നമസ്കാരം. അപ്പോൾ ഈ രീതിയിൽ ഒരു പരിവർത്തനത്തിന് നാം തയ്യാറുണ്ടോ, ചിന്തിക്കുവാൻ തയ്യാറുണ്ടോ? അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് കഴിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു വഴി തുറന്നു വച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 രീതിയിലുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിലെ ഒന്ന്, അവൻ യാത്രയിലായിരിക്കുമ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രാർത്ഥിക്കാനായി അവൻ എഴുന്നേൽക്കുന്നു. യാത്രയിൽ ഫർദ് നമസ്കാരം പോലും നമുക്ക് 2 നേരത്തെ നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കുവാനും ജമ്മും കസറുമാക്കാനും ഒക്കെ അവസരമുണ്ടെങ്കിലും ഇതാ 3 രീതിയിലുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിലെ ഒന്ന്, അവൻ യാത്രയിലായിരിക്കുമ്പോൾ രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രാർത്ഥിക്കാനായി അവൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു. അവൻ പ്രയാസത്തിലായാലും ശരി, എളുപ്പത്തിലായാലും ശരി. ഇപ്പോൾ യാത്ര തന്നെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് അവൻ്റെ യാത്ര എളുപ്പത്തിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും അവനത് നിർവഹിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നു, ആരാണോ പ്രാർത്ഥിക്കാനായി ഉണരുന്നത് എന്നിട്ട് 10 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ അശ്രദ്ധനാണ് എന്ന പട്ടികയിൽ രേഖപ്പെടുത്തുകയില്ല. ആരാണോ 100 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ അനുസരണയുള്ളവൻ എന്ന പട്ടികയിൽ എഴുതുന്നതാണ്. ആരാണോ 1000 വചനങ്ങൾ പാരായണം ചെയ്യുന്നത് അവനെ പരിപൂർണമാക്കിയ സേവകൻ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇവിടെ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേൽക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് പറയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 10 വചനങ്ങൾ, 100 വചനങ്ങൾ, 1000 വചനങ്ങൾ, ഈ പട്ടികയിൽ നമ്മൾ ഏതിൽ പെടുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. അങ്ങനെ നാം അറിയുക, രാത്രിയിലെ പ്രാർത്ഥന പ്രകാശത്തിൻ്റെ ഉറവിടമാണ്, ശുദ്ധീകരണത്തിൻ്റെ ഒരു വഴിയാണ്, ഉയർച്ചയിലേക്കുള്ള ഒരു വഴിയാണ്. ഇത് പ്രയാസമാണെങ്കിൽ കൂടി, ഉറക്കം അതികഠിനമാണെങ്കിലും ആരാണോ പ്രാർത്ഥിക്കാനായി ഉണരുന്നത് അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥാനം നേടുന്നതാണ്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ പ്രയാസങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച്, ഉറക്കം നമുക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട്, അത് വേണ്ടെന്ന് വെക്കാൻ ഭയങ്കര പാടാണ്, എങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിമഗ്നരായി നിൽക്കുമ്പോൾ സുജൂദിൽ, റുക്കോയിൽ, ഇഅ്തിദാലിൽ, ഖുർആൻ പാരായണത്തിൽ നാം നേടുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രത്യേക സ്ഥാനമാണ്. അന്നദാനം ചെയ്യലും സലാം വ്യാപിപ്പിക്കലും രാത്രിയിലെ പ്രാർത്ഥനയും, ഈ 3 പ്രവർത്തനങ്ങൾക്ക് ധനം ആവശ്യമില്ല, വലിയ അറിവും ആവശ്യമില്ല. അവരോട് ആവശ്യപ്പെടുന്നത് ഒരു നിഷ്കളങ്ക ഹൃദയത്തെയാണ്, ദൃഢമായ ഇച്ഛാശക്തിയെയാണ്, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരാഗ്രഹമാണ്. ഓരോ നിഷ്കളങ്ക പ്രവൃത്തിക്കും വിശ്വാസിക്ക് ഓരോ പദവി അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നതാണ്. സൂറ ആല ഇമ്രാനിൽ പരാമർശിച്ചതുപോലെ അധ്യായം 3 വചനം 164 അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ പലതരം പദവികൾ ഉള്ളവർ ആകുന്നു, അള്ളാഹു ആകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനുമാകുന്നു.
അപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ ഇത്തരം അതിമഹത്തായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഖലീഫ തുറന്നു വയ്ക്കുന്ന ആത്മീയ അവരോഹണത്തിൻ്റെ 3 പടവുകളാണ് നമ്മുടെ മുമ്പാകിൽ അനാവരണം ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് തഹജ്ജുദ് നമസ്കാരമാണ്. ഈ ലോക ജീവിതത്തിൽ മാത്രം പദവികൾ തേടി അലയുന്നതിനു പകരം പാരത്രിക ലോക ജീവിതത്തിലും ഉന്നതമായ പദവികൾ നേടുന്നതിനായി പരിശ്രമിക്കുന്നത് ബുദ്ധിപരമായ നീക്കം തന്നെയാണ്. അവിടെയാണ് യഥാർത്ഥമായ പ്രതിഫലം കുടികൊള്ളുന്നത്. അല്ലാഹു തആല ഒരു നല്ല പ്രവർത്തിക്കും പ്രതിഫലം നൽകാതിരിക്കില്ല. അപ്പോൾ ഇഹലോക കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു. ഈ ലോകം വിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ പക്കലേക്ക് കടന്നു പോകേണ്ടവരാണ് എന്ന ഓർമ്മ ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതിന് പര്യാപ്തമായ വഴികൾ ഇതാ നമ്മുടെ മുമ്പാകെ തുറക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ. ഓരോരുത്തരിലും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഉത്തേജനം ഉണ്ടാകട്ടെ. ഓരോ നിഷ്കളങ്ക പ്രവർത്തിക്കും അതിൽ ഒരു പ്രകാശമുണ്ടായിരിക്കും. അത് നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ആമീൻ. അല്ലാഹു തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ അതീവ ആത്മീയ രഹസ്യ പദവികൾ നമുക്ക് ഓരോരുത്തർക്കും കരസ്ഥമാക്കുവാനും മറ്റ് സഹോദരങ്ങളിലേക്ക് അത് എത്തിക്കുവാനും അത് കരസ്ഥമാക്കുവാൻ അവരെ ഉത്തേജിപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹസനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.